അപ്പോൾ നമ്മുടെ വർക്കല ട്രാവലിംഗ് ബ്ലോഗിൻ്റെ പാർട്ട് ഓഫ് എന്താ പറയുക ഫോർത്ത് വീഡിയോ ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. നമ്മളിങ്ങനെ കടലിൽ എന്തായാലും നല്ല രീതിയിൽ ആർമാദിച്ചു. എന്നെ എന്താ പറയുക അരുണ് വലിച്ചുകൊണ്ട് പോവാണ്. ചേച്ചി വായേച്ചി നമുക്ക് അങ്ങ് പോവാമെന്ന് പറഞ്ഞിട്ട് ഒരു ബൗണ്ടറി ഉണ്ട്. ആ ഒരു ബൗണ്ടറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട്, അവർ സമ്മതിക്കില്ല, അവർ വിസിലടിക്കും. പക്ഷേ എന്തായാലും ഞങ്ങൾക്ക് മുമ്പിൽ കുറേ പേരുണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ സേഫായിരുന്നു. അവർ വിസിലടിക്കുകയും വഴക്ക് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിലായിട്ട് ഞങ്ങൾ നിന്ന് എന്നാലും കുറച്ച് ദൂരം പോയിട്ടോ. കുഞ്ഞിൻ്റെ ഇടയ്ക്ക് എന്താ ഷെൽസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കക്ക പെറുക്കിക്കൊണ്ട് എന്തോ ആർട്സ് ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഞങ്ങൾ ആ പാപനാശിനിലേക്ക് കുളിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാലും കടലിങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഓവിലൂടെ ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്, എന്നാലും അത് ആവശ്യത്തിന് ശക്തിയുണ്ട്. അതാണ് പാപനാശിനി എന്ന് പറയുന്നത്. അവിടെ ബലിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വന്ന് കുളിക്കണം എന്നാണ് ചടങ്ങ്. അപ്പോൾ ആ രീതിയിൽ ചടങ്ങിലൊരു കുളിയൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ കടലിൽ ആർമാദിച്ച് തിമിർത്തെല്ലാം കഴിഞ്ഞ് ഇത് കണ്ടില്ലേ, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വീണ്ടും ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. ജഗന്നാഥ ക്ഷേത്രത്തിൽ എന്തായാലും തൊഴാൻ പറ്റിയില്ല, അമ്പലം അടച്ചായിരുന്നു. 12 മണി വരെ അമ്പലമുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കടലിച്ചാട്ടം എല്ലാം കഴിഞ്ഞ് ചെന്നപ്പോഴത്തേക്കും അമ്പലം അടച്ചു. പിന്നെ എന്താ പറയുക, അന്നേരം ആരും സമയം നോക്കിയില്ല. ചിറ്റപ്പനും അപ്പച്ചി ഞങ്ങളെല്ലാവരും ആർമാദിച്ചു. അതിൻ്റെ വീഡിയോ എൻ്റെ ഫോണിൽ എടുക്കാൻ പറ്റിയില്ല, കാരണം എൻ്റെ ഫോൺ ഞാൻ വെള്ളത്തിൽ ചാടിയോണ്ട് മാറ്റി വെച്ചേക്കുമായിരുന്നു. അരുണ് ഞങ്ങൾ വെള്ളത്തിൽ ചാടുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് പേടിയായിട്ട്. അതുകൊണ്ട് അതിനോട്ട് വീഡിയോ എടുക്കാനൊന്നും കൂട്ടാക്കിയില്ല. പിന്നെ തിരിച്ചു വന്ന് എല്ലാവരും അവിടെ നിന്ന് ഐസ്ക്രീം കഴിച്ചപ്പോൾ എനിക്ക് ഐസ്ക്രീം വേണ്ടാന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ എനിക്ക് നല്ല വെയിലത്തൊന്ന് കയറിയിട്ട് തണുപ്പ് കഴിച്ച് കഴിഞ്ഞാൽ തൊണ്ടയ്ക്ക് പെട്ടെന്ന് പ്രശ്നമാകും. അപ്പം ഞാൻ എന്തായാലും ഒരു കരിക്ക് കുടിച്ചപ്പോൾ ദാഹവും വിശപ്പും നമുക്ക് മാറും. നമ്മുടെയൊക്കെ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിന് നല്ലത് ഏതാണ് അത് മതി. എന്ന് വെച്ചാൽ അപകടം എന്തിനാ വരുത്തി വയ്ക്കുന്നത്. എനിക്ക് പെട്ടെന്ന് തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ വരും നല്ല ചൂടത്തൊന്ന് കയറിയിൽ തണുപ്പുള്ളത് കഴിച്ച്. എന്തായാലും എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങളൊരു 2:30-3 മണി ഒക്കെ ആകുമ്പോഴേക്കാണ് ഫുഡ് കഴിക്കുന്നത്. എല്ലായിടത്തും ഊണ് കഴിഞ്ഞു എന്നാണ് വിചാരിച്ചത്. എന്തായാലും ഭാഗ്യത്തിന് ചോറുണ്ടായിരുന്നു. ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ചോറുണ്ടു. പിന്നെ എന്താ പറയുക, നമ്മുടെ ഡ്രൈവർ ഏട്ടനും അതുപോലെ തന്നെ ചിറ്റപ്പനും അപ്പച്ചി അങ്ങനെ കുറച്ച് പേര് പൊറോട്ടയാണ് കഴിച്ചത്. അപ്പോൾ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള എന്താണോ അതൊക്കെ വാങ്ങിച്ച് കഴിച്ചു. എല്ലാവരും തന്നെ വെജിറ്റേറിയനാണ് കഴിച്ചത്. പിന്നെന്താ, ഞങ്ങളൊരു വൈകുന്നേരം ഒരു 7 മണി 6:45 7:00 ആയപ്പോൾ നമ്മൾ പുതുപ്പള്ളിയിലെത്തി. ഇത് പുതുപ്പള്ളി നമ്മുടെ പള്ളിയുടെ ഫ്രണ്ടിലുള്ള ആ ഒരു സ്നാക്സ് ബജിക്കടകളാണ് കാണുന്നത് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ നല്ല ചൂട് ഏത്തയ്ക്കാപ്പം വായി വെക്കാനായിട്ട് പറ്റില്ല, അത്ര ചൂടാണ്. നന്നായിട്ട് നമ്മുടെ പാ കൊള്ളും. അപ്പം കോരിയെടുത്താൽ നല്ല മൊരിഞ്ഞ ഏത്തയ്ക്കാപ്പമാണ്. നല്ല ടേസ്റ്റി ആയിരുന്നു, നല്ല ക്രിസ്പി ആയിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. എൻ്റെ വായിൽ നല്ല വെള്ളം വരുന്നുണ്ട്. അതുവഴി ആരെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിച്ച് കഴിക്കുക. പക്ഷേ സ്ഥിരമാക്കരുത്, ഹെൽത്തി അല്ല. പിന്നെന്താ, അതിന് ശേഷം ഞങ്ങൾ കോളിഫ്ലവർ വറുത്തത് വാങ്ങിച്ചു. അതൊന്നല്ല 2 വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. അത് നല്ല, എന്തായാലും കൊള്ളത്തില്ലെങ്കിലും അങ്ങനെയുള്ള സാധനങ്ങളോട് ഒരു പ്രത്യേക ആക്രമണമാണല്ലോ, വല്ലപ്പോഴും അല്ലേ കഴിക്കുന്നുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും വയറ് നിറച്ച് സ്നാക്സും അതുപോലെ തന്നെ കോഫി, ടീ, അതുപോലെ പിള്ളേർക്ക് ഹോർലിക്സും ഒക്കെ ഓർഡർ ചെയ്ത് കുടിച്ചു. അതിന് ശേഷം ഞങ്ങൾ